20/6/2025 ഇന്ന് മുതൽ ഞാൻ ഇവിടുന്ന് എൻ്റെ യൂട്യൂബിൽ വിടാൻ പോകുന്നതൊക്കെ എൻ്റെ കുടുംബങ്ങളെ വീഡിയോ ആയിരിക്കും. അവർക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് അതിന് വേണ്ടി യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. അല്ല യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാനും പിടിക്കാനും നല്ല കേട്ടോ. നിങ്ങൾ അറിയാത്തവരൊന്നും അങ്ങനെ എൻ്റെ വീഡിയോസ് കാണാൻ നിൽക്കണ്ട. കാരണം ഞാൻ ഉണ്ടാക്കിയത് എന്തിനാന്നുള്ളത് വിചാരിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വരികളാണ് ഞങ്ങളുമായി പങ്കുവെച്ചിങ്ങനെ. ജസ്റ്റ് ഒന്ന് അവർക്കൊക്കെ ഒന്ന് എൻ്റെ കുടുംബക്കാരും കണ്ടുമുട്ടിയ ഒരു കുടുംബക്കാർ മാത്രമല്ല, അയൽവാസികളും ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടെ നിന്നിട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അതിനായിട്ടൊരു യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. പരസ്പരം പ്രവാസി ലോകത്തും കണ്ടവർ പല രാജ്യത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അവരവരെ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് സംസാരിക്കണം. മുണ്ടി സംസാരിക്കണത് ആ സംസാരത്തിൽ കൂടെ ഒക്കെ നമ്മൾ കാരണം ആ ജീവിച്ചിരിക്കുമ്പോഴും കാണാൻ രസമാണ്. ഇനി അവരൊക്കെ മരണപ്പെട്ടു പോയാൽ അവരൊക്കെ ഒന്ന് ആഗ്രഹിക്കുമ്പോഴും അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയതാണ്. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാനും പിടിക്കണമെന്നല്ല, എൻ്റെ മക്കൾക്ക് വല്ലതും കിട്ടിക്കോട്ടെ. നിങ്ങൾ ചിന്തിക്കണ പോലൊന്നും ചിന്ത ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ ചിന്തയാണ് ഞങ്ങളുമായി പങ്കുവെച്ചത്. ഇനി നിങ്ങളെ ചിന്തകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അറിയുന്നതൊക്കെ ഞാൻ ചിന്തിക്കാത്തതാണ് നിങ്ങൾ ചിന്തിക്കണമെന്ന്. സാധാ ഞാൻ എല്ലാവരും വീഡിയോസ് ഇനി ഇവിടുന്നാട് വിടാൻ പോവുകയാണ്. എന്നും വിടും. അപ്പോൾ അത് കുടുംബം എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബങ്ങളുടെ വീഡിയോ 1-ാം ഭാഗം, കുടുംബങ്ങളുടെ വീഡിയോ 2-ാം ഭാഗം, കുടുംബങ്ങളുടെ വീഡിയോ 3-ാം ഭാഗം, അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി നമ്മളെ കണ്ടുമുട്ടിയ പലരും വീഡിയോസ് അതിലുണ്ടാവും എന്നുള്ളത്. എപ്പോഴും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഏത് കാലത്ത് അടിച്ചു നോക്കിയാൽ ഒരു കാണും. എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കില്ല. കാരണം അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ആൾക്കാർക്ക്. കാരണം ഞാനത് എടുക്കുന്ന എന്തായാലും അവരൊക്കെ ഒന്ന് അവരുടെ കണ്ണാത്ത രാജ്യത്തെ പറ്റി എല്ലാവരും കണ്ടോട്ടിച്ചിട്ടാണ്. കാരണം പ്രവാസികളാണ് നമ്മളൊക്കെ. 2 കൊല്ലം നിന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മളിവിടുന്ന് പോകുമ്പോൾ എത്രയോ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ പോകണം. നമ്മളെ ഹൃദയം വേദനിച്ചിട്ട് നമ്മൾ പ്രവാസി ലോകത്തേക്ക് കിടക്കണേ. ഉമ്മ അപ്പ നമ്മളെ കുടുംബങ്ങൾ ഇതൊക്കെ വിട്ടു പിരിയുമ്പോൾ വിമാനത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അള്ളാഹ്ക്കെല്ലാം അറിയുള്ളൂ. കല്ലുകൾ ചേകനൂർക്ക് പോണ വഴി ഇത്തട്ടാ, റൈറ്റിലാട്ടാ. ഇവിടെയാണ് എൻ്റെ കുഞ്ഞുമ്മാൻ്റെ വീട്. ഓക്കെ, വാ. ഇത് പെരുമ്പലം പള്ളി, എൻ്റെ കയ്യും എന്തോന്ന് അയക്കണേ. പെരുമ്പലം പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് എൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എന്തിനാ അറിയാം, പ്രവാസികൾക്ക് വേണ്ടി വിട്ട് വിടുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരൊക്കെ ഗൾഫിലാണ് പലരും. അവരൊക്കെ എവിടേക്കാണ് പോയിട്ടാണ് ഈ വീഡിയോ എടുത്ത് വിടുക എന്നുള്ള ആ ഒരു ഇതിൽ. CH കുമ്പിടി CH സെൻറ്ററിലേക്ക് പോകണതാട്ടാ. ഇവിടെയാണ് ഞാൻ അവിടെ കുറച്ചും കൂടി അവിടെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുന്ന സ്ഥലമാണ്. അവിടേക്കല്ല ഇപ്പം ഞാൻ പോണത്. ഞാൻ ഇപ്പോൾ പോകണം ഉമ്മാൻ്റെ കുടുംബത്തിക്കൊക്കെ ഒന്ന് കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൂടി കട്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടുന്നാട്ടാ അസറഫിനോടും മാനാക്കാനോടും ലത്തീഫിനോടും മുസ്തഫാനോടൊക്കെ പറയണ്ടേ എൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കണത്. ഇത് നമ്മളെ കുഞ്ഞുമാൻ്റെ അടുക്ക് പോണ വീടാണ്. എൻ്റെ കമ്പനിക്കാരാണ്, ഞങ്ങളെ ഏട്ടനും അഞ്ചന്മാരാണ്. ഇവിടുന്ന് ഇങ്ങനെ തിരിയാണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണ്. അസർഫ എൻ്റെ അവിടേക്ക് പോണ വഴിയാട്ടാ. ഞാൻ ഇനി ഇവിടെ കൊണ്ട് കട്ടാക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസർഫ ഇവിടെ എത്തിയിട്ടുണ്ട്, ഉമ്മാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചേച്ചി ഉമ്മാൻ്റെ അടുത്ത് എത്തിയില്ല. ഉമ്മ ഇപ്പം എന്തോ പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും എളിമ. എന്തപ്പം നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ഇപ്പോൾ ബുള്ളറ്റിൻ്റെ വണ്ടി ഭയങ്കര ശബ്ദത്തിലായിരുന്നു. എന്താ പറയുക, എന്നെ പറ്റി ചിന്തിച്ചെന്ന് പറഞ്ഞു. എന്ന് മിഞ്ഞാന്ന് രാത്രി ചോറ് ഇന്ന് കിടന്നപ്പോ എന്നെ കണ്ണി വന്നു പറഞ്ഞ്, പിന്നെ ഭർച്ചനിന്റെ കുട്ടി എപ്പോഴും വരണാണല്ലോ, ഈ വന്ന വിവരം ഞാൻ അറിഞ്ഞിക്കണ്. ഞാൻ അവിടെ വന്നപ്പോഴും ഇജ്ജ് അവിടെ ഇല്ല, എവിടെ പോയിക്കണ് പറഞ്ഞുമ്മ. ഭാര്യ വീട്ടിൽ കാണാവോ? എന്റെ മരുകൾക്ക് അന്ന് എന്നെ കാണുന്നെ വേണം. ഇവളും കൂടെ പോന്നീന് പെരയിലൊന്ന് പോകുക. അവിടെ ഒന്ന് വണ്ടി നിർത്തി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. വന്നിരുന്ന ആട് ഇറങ്ങിയില്ല, അവിടെ ആരുമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് അത് അറിഞ്ഞില്ല. വോട്ടേഴ്സ് വിളിച്ചിട്ടാ വന്നിരുന്നു. വിളിച്ചിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നെ എന്റെ ഏടത്തേക്ക് വിളിച്ചിട്ട് ഇജ്ജ് അവിടെ ഉള്ള സമയത്തൊന്ന് വരണം. അപ്പൊ ഓൾക്കും നല്ല അമുറാത്. എളിമേട്ടാ ഉമ്മാന്റെ അഞ്ചത്തിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ പ്രാവശ്യം വരവുണ്ട്. ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. പെരുന്നാൾ 2-3 ദിവസം മുന്നേ വന്നിക്കണ എളിമ. പക്ഷെ എന്താ അറിയോ, എവിടേക്ക് പോകാനൊരു താല്പര്യം കാണില്ല. എന്ത് മറ്റേതായാലും എപ്പോൾ വന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞല്ലേ, ഞാൻ അവിടെ വരവില്ല. അതാണ് ഇപ്പം എൻ്റെ എളിമ പറഞ്ഞത്. എൻ്റെ കുട്ടി വന്നിട്ട് കുറച്ച് ദിവസമായി. നിങ്ങൾ എന്നാ ആലോചിച്ച് മിഞ്ഞാന്ന് രാത്രി ചോറിന് കിടന്ന് നോക്കുമ്പോ എന്നെ ഓർമ്മ വരിക. എന്റെ ഫോട്ടോ കണ്ണിൽ ഇങ്ങനെ കാണുക തന്നെ. പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്തേക്ക് ഒന്ന് വിളിച്ചിട്ട് എവിടെ ഉണ്ടെങ്കിൽ ഒന്നിരിക്കണേ നമ്മക്കാണ്ട് പോണ റഹ്മത്തെ വെയിലുണ്ടായാ മതി. ഇങ്ങോട്ട് എളിമ നിങ്ങളിങ്ങനെ വിചാരിച്ച നിങ്ങളെ മോനെ ഇവിടെ ഓടിയെത്തും. നിങ്ങൾ മിഞ്ഞാന്ന് ആഗ്രഹിച്ച് കാശുണ്ടെന്ന്
ആയുസുണ്ട് അതാണൊക്കെ പറയാൻ തോന്നിയത്. ആയുസുണ്ട് റബ്ബേ, ഞാൻ ഞാൻ വന്നാൽ എല്ലാ കുടുംബത്തിക്കും പോക്കുള്ളത്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് വീണ്ടും വരവില്ല. അപ്പൊ എന്തായാലും അസർഫ ഉമ്മാന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അസർഫിനോടും മാനാക്കാനോടും അതുപോലെ മുസ്തഫാനോടും എല്ലാവരോടും പറയണ്ടേ. നമ്മൾ ലത്തീഫ് ഇവിടെ ഇവിടെ ഉണ്ടല്ലേ സാധാ. ഞാൻ ഇവിടെ ഇവിടെ വെക്കട്ടാ. ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയക്കട്ടെ. ഉപ്പാട് അവിടെ കൊലയമ ഇരിക്കുന്നുണ്ട്. ഓക്കെ എളാപ്പാ എവിടേക്കപ്പം നിങ്ങൾ ഈ പോണേ ഇന്നെ കണ്ടിട്ട്? ഇങ്ങോട്ട് വന്നാണ്. ഏയ് അസ്സലാമു അലൈക്കും. എന്താണ് എളാപ്പ നിങ്ങളെ വിവരം? സുഖമല്ല ഞങ്ങൾക്ക്? എന്ത് തീരും വയ്യാന്ന് പറഞ്ഞേ? പിന്നെ ഒക്കെ ശരിയായിക്കണമെന്ന് ബേജാറാവണ്ട. ഇപ്പോൾ പ്രായം കൂടി വരുമ്പോൾ അസുഖങ്ങളൊക്കെ ഭേദമാവുക ചെയ്യുക എല്ലായിടത്തും. വേറെന്താ എന്താ എളാപ്പം എന്താ പറഞ്ഞേ? ഞാൻ വന്നിട്ട് പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ എത്തിക്കണമെന്നോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇന്നിപ്പോൾ അക്ബർ അവിടെ ഉണ്ടായിരുന്നു, അനിയൻ അവിടെ ഉണ്ടായിരുന്നു. ഓൻ്റെ വണ്ടി ഓട്ടോറിക്ഷ നേരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓനെ ടെസ്റ്റിന് വേണ്ടി കയറ്റാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഒരാടെ പെരലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് കാറിട്ട് പോയിക്കോ പറഞ്ഞു. കാരണം ഈ മഴയാണ്, പോണ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്താൽ പിന്നെ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ബുള്ളറ്റ് കുറേ ദിവസമായി ബുള്ളറ്റ് എടുത്ത് ഓടിച്ചിട്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇങ്ങനെ നിർത്തിയിട്ടാലും അങ്ങനെയൊക്കെ അതാ വണ്ടി തന്നെയാണ്. അപ്പം അപ്പോൾ പൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാവരോടും പറയുന്നത് ഉമ്മതാ ഇരിക്കണേ, എളിമതാ ഉമ്മതാ മോൾ അവളാ. എൻ്റെ പേരെന്താണ്? പേര് പറയും. എന്താ എൻ്റെ കൂട്ടരുടെ പേര്? പേര് പറയും. പേര് പറയും. എന്താണ് പേരെന്താ? ഓള് പറയണില്ല കേട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ദാസിച്ച് പറയും ഇവിടെ വന്നിട്ട് നമ്മളെ വീടൊന്ന് എടുത്ത് കാണിച്ചില്ലാന്ന് പറയും. മുസ്തഫ എല്ലാവരും ഉണ്ട് അവിടെ. ഗൾഫിലാണ്. ഇത് ഗൾഫിലേക്ക് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അവിടെ കാണി ഉമ്മാൻ്റെ ഇത് മുസ്തഫാൻ്റെ ഇത് അസർഫിൻ്റെ വീട്. അതാണ് ഇത് നമ്മളെ മുസ്തഫാൻ്റെ വീടാണ്. അവിടെ ലത്തീഫിൻ്റെ വീടാണ്. ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇനി ഇവിടെ കൊണ്ട് സ്റ്റോപ്പാക്കട്ടെ. ഇനി ഇവിടെ ഇനിയിപ്പോൾ വേറെ പെങ്ങളടുത്ത് പോകാണ്ട്. എളിമാൻ്റെ മോളുണ്ട് അവിടെ ഇവിടെ ശേഖനൂർ. അവിടെ ഒരുപാട് കുടുംബക്കാരുണ്ട്. സാറില്ല അവിടെയും കൂടി പോകാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആനക്കര ഒന്ന് പോകാണ്ട്. എൻ്റെ സ്നേഹിതൻ്റെ നൗഷാദ് ഉമ്മയുടെ ആങ്ങളുടെ മോന്. ഇത് ഉമ്മേൻ്റെ അഞ്ചത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അവരൊക്കെ എടുത്ത് ഒക്കെ ഗൾഫിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അവരാ നാടും വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അവർ യൂട്യൂബിലേക്ക് ഒരൊറ്റ പോക്കാം. ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഇവിടെ കൊണ്ട് വെക്കേട്ടാ. അസ്സലാമു അലൈക്കും എല്ലാവരോടും. അസർഫ് എങ്ങോട്ട് വെക്കാം? എൻ്റെ അമ്മ ചെയ്ത് പണിയൊക്കെ എങ്ങോട്ടൊക്കെ പഴംപൊരി മോളെ എന്തോ ഒരു കഷ്ടം. ഞാൻ അതൊന്നും അറിയില്ലട്ടാ. ഇവിടെ ഉണ്ടാക്കി ഞാൻ വന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ഉമ്മായിട്ടൊന്ന് വർത്താനം പറയാച്ചിട്ട് ഇങ്ങനെ വന്നതാ. അപ്പോൾ ഞാൻ എന്തിനാന്ന് എളിമ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയത്? എന്തപ്പോൾ അതിൻ്റെ ആവശ്യം? ഇവിടെയൊക്കെ അസർഫ് മുസ്തഫാനോടാ പറഞ്ഞത് ഉമ്മ ഇവിടെ പോരുന്ന പഴംപൊരി പെങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാക്കിയെന്നുകൊണ്ടൊക്കെ എന്താ ഇതിനൊക്കെ പറയാറേ? നിങ്ങൾ പഴംപൊരി എന്നൊക്കെയാണ് ഉമ്മാൻ്റെ കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇങ്ങനെയാണ് പഴംപൊരി. അല്ലല്ല ഒന്നുമില്ല, ഞാനേ എളിമാൻ്റെ അടുത്തേക്ക് വന്നതാന്ന് പറയാണ്. കുഴപ്പമൊന്നും ചേട്ടാ. കുഞ്ഞിപ്പ അല്ല മുസ്തഫ എല്ലാവരോടും പറയണേ. മുസ്തഫാനോടും അസർഫിനോടും എല്ലാവരോടും ഇൻഷാല്ലാ ഞങ്ങൾ കേൾക്കട്ടെ. ഇപ്പം അപ്പോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അസർഫേ മുസ്തഫ എല്ലാവരോടും പറയണ്ടേ മാനാക്കാൻ ഞാൻ പോവുകയാണേ. ലേറ്റ് അവിടെ നിന്ന് എളിമ ലേറ്റ് ഇല്ല ഇതിന്. ഇവിടെ വിളിച്ചല്ലേ കച്ചവടമൊക്കെ ഉണ്ടെന്ന് ആളാപ്പ. കച്ചവടം ബോംബെയിലൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഇളതിയും കച്ചവടമാണ്. തെങ്ങുമ്മ കയറുന്ന പണി ഞങ്ങൾക്ക് അറിയാം. എൻ്റെ ജീവിതം എന്താന്നുള്ളത്. ഞാൻ ഇവിടെ വന്ന എളാപ്പ നിങ്ങളടുത്ത് കാണാൻ വരുമില്ലേ എപ്പോഴും? ഞാൻ വന്ന എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലും ഉപ്പാൻ്റെ കുടുംബത്തിലും എല്ലാവരുടെ വീട്ടിലേക്കും ഞാൻ കയറി ചെല്ലണതാണ്. അതാണ് എൻ്റെ എളാപ്പാക്കും എളിയമാക്കും എന്നോട് വളരെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് പെരുന്നാളിന് വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ അഞ്ചത്തിയാണ് കുഞ്ഞുമ്മ. അപ്പോൾ ഉമ്മക്കോടെ അല്ല എൻ്റെ ബുള്ളറ്റ് ഇപ്പം മഴ പെയ്യണ്ട. ഒരു മിനിറ്റ് എന്താ കാണി എളാപ്പം എന്താ വരണേ? മഴ പെയ്യുന്നു. മഴ പെയ്യണ്ടിട്ടാ. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇനിയിപ്പോൾ എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നോട് അക്ബർ പറഞ്ഞു, എൻ്റെ അനിയൻ പറഞ്ഞു ഈ കാറിയിട്ട് പോയിക്കോ, പോണ വൈക്കൊക്കെ ചിലപ്പോൾ മഴ ഉണ്ടാവുന്ന. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ എവിടെ വന്നാലും എൻ്റെ എളാപ്പാലോട്ടും എളിയന്മാരോട്ടും എല്ലാവർക്കും കയറി ചെല്ലലുണ്ട്. പിന്നെ എല്ലാവരോടും പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ എളാപ്പ പറഞ്ഞ് എന്താണ് അവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ പാടുന്നത്. മോൾട്ടിവ കച്ചവടവും കാര്യങ്ങളൊക്കെ എന്താ പാടുന്നത് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മഴയാണ്, മഴത്ത് ഇറങ്ങി കച്ചവടം വളരെ കുറവാണ്. പക്ഷെ നാട്ടിൽ വന്നിട്ട് ഓരോരുത്തർ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. എല്ലാവരോടും പറയുന്നുണ്ട് ഇല്ല എളാപ്പ ഇവിടെ വന്നിട്ടൊന്നും ഓരോ കച്ചവടം കാര്യങ്ങളും നടത്തിയാലും ഒന്നും നടക്കൂല.
വെറുതാണ് ആരും ഇവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എളാപ്പാട മോണ്ട് അസറഫ് ഓൻ ഇവിടെ ചെയ്യാത്ത പണികളൊന്നും എല്ലാ പണിയും ഓൻ ചെയ്തു നോക്കി. എളാപ്പ മരുന്നച്ചോടം ചെയ്ത് എളിമ ഇവിടെ ഒന്നാണ് ഇത് എളിമാരോട് ഇരിക്കട്ടെ, എളാപ്പായിട്ട് സംസാരിക്കട്ടെ. ഇവിടെ ഇരിക്കും. ഞാനേ ഇവരോട് എൻ്റെ യൂട്യൂബിലുള്ള എല്ലാവരോടും എന്താ പറഞ്ഞതെന്ന് അറിയോ, ഇവിടെ വന്നിട്ട് മോട്ടി ഇവിടെ വാ, കുട്ടിനെ കാണാനില്ല. എൻ്റെ കുട്ടിയുണ്ടോ എൻ്റെ മക്കളൊക്കെ ഇതാ. ഞാൻ വന്നു കഴിഞ്ഞാൽ എളിമ ഞാൻ ചോദിക്കണമെന്ന് അറിയോ, ഇവിടെ വന്നിട്ട് ഗൾഫ് പ്രവാസികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ കച്ചവടം കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇല്ലല്ലോ, ആരും ചെയ്യണ്ടെന്നാ പറഞ്ഞത്. കാരണം എളിമാടെ മോനെ അസർഫ് ഓ ഇവിടെ ചെയ്യാത്ത ഒന്നുമില്ല, പലതും ചെയ്തു നോക്കിയാ പാവം. ഓ മെഡിക്കൽ സ്റ്റോർ ഇട്ടില്ല മരുന്നിൻ്റെ, ഓ ഇവിടെ കുമ്പിടിയിൽ മെഡിക്കൽ സ്റ്റോർ ഇട്ട് മരുന്നിൻ്റെ അത് അതിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതിൻ്റെ ശേഷം ഇവിടെ വർക്ക്ഷോപ്പ് ഇട്ട് കുമ്പിടി എവിടെ ഇട്ട് ഇവിടെ പള്ളിപ്പടിക്ക് ഇട്ടിട്ട് അവിടെയും പൊളിഞ്ഞ്. അതിൻ്റെ ശേഷം പിന്നെ മോനെ പടിഞ്ഞാറങ്ങാടിയിലിട്ട് അവിടെയും പൊളിഞ്ഞ്. പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ തീർത്താലിട്ട് അവിടുന്നും പോയി. എത്രയോ പൈസ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ വിചാരിച്ച നമ്മൾ മനസ്സുകൊണ്ട് കാണുന്ന പോലൊന്നും ഇവിടെ നടക്കൂല. വെറുതെയാണ്. എളിമ എളാപ്പാൻ്റെ മക്കൾ ഈ പറഞ്ഞ ഞാനും ഒരുപാട് പൈസ ഇവിടെ കൊടുത്തിട്ട് എളിമ ഞാൻ ഇവിടെ മിഷീനും സാധനങ്ങളും എന്തെല്ലാം ഞാൻ ഇവിടെ ചെയ്തു നോക്കിയെന്ന് അറിയോ, ഒന്നും രക്ഷപ്പെടില്ല. എല്ലാവരോടും പറയണ്ടേ അങ്ങനെ ഒന്നും പോയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്തോളി, കടങ്ങളൊന്നും പാടില്ല. കുട്ടികളെ കെട്ടിക്കാനും ഞാൻ ഇന്നലെയും പറഞ്ഞതാ, എല്ലാ ഭാരാബ്ദങ്ങളും തീർത്തോളി. ഇല്ല അളിയമ്മ, എല്ലാ ഭാരാബ്ദവും തീർത്തിട്ട് വീടൊക്കെ വെക്കുക. സ്വന്തമായിട്ട് ആർക്കും കടമില്ലാന്ന് കണ്ടാൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ സ്വന്തം പൈസ കൊണ്ട് നിങ്ങൾ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്തോളി. അപ്പം നിങ്ങളെ ചെലവും കാര്യങ്ങളും നടന്നു പോകും അല്ലേ. അല്ലാതെ വേറെ സ്വപ്നമൊന്നും കാണണ്ട. ഞാൻ ഒരുപാട് പൈസ ഇവിടെ കൊടുന്നിട്ടതാ കടം വാങ്ങിയിട്ട്, ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലായിടത്തും പൊളിഞ്ഞിരിക്കണം. എല്ലാവരോടും പറയണ്ട അതിൽ പോയി ചാടാൻ നിൽക്കണ്ട. നമ്മളൊക്കെ ഓരോന്ന് ചെയ്തിട്ട് പൊളിഞ്ഞാലും പറയണം, ഒരാൾ രക്ഷപ്പെട്ടാലും പറഞ്ഞോളി. പൊളിഞ്ഞാലും ഒരാഴ്ചയിൽ പോയി പറയാതിരിക്കരുത്. സത്യം പറഞ്ഞു എല്ലാവരോടും. നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൊടുക്കരുത്. സാധാ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്, അവിടുന്ന് കുടുംബത്തിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്. സാധാ നമ്മുടെ കൂടെ പറഞ്ഞ് നിർത്തിയിട്ടാ. അസർപ്പേ വന്നിട്ട് ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ലത്തീഫിൻ്റെ വീട്ടിലേക്ക് വന്നിക്കണേ. ചോറൊക്കെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറേക്കാളെ പരിപാടിയാണ്, കൂട്ടാനൊന്നുമില്ല. അതൊക്കെ മതി, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അവിടുന്ന് 9:10 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുക്കണേ. അപ്പം ഞാൻ അവിടുന്ന് അടുത്ത തറവാട്ടിങ്ങ പോയി. അപ്പം ഉമ്മ അവിടെ പഴംപൊരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഇവിടെ വന്നപ്പോൾ ഇപ്പം വിടണില്ല. അപ്പം പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിലും അങ്ങനെ 2 പേര് ചോറ് കഴിക്കുകയാണ്. ഇതിൻ്റെ ജ്യേഷ്ഠനാണ് ലത്തീഫ് എന്ന് പറയും. പിന്നെ ഏറ്റവും മൂന്നര ജ്യേഷ്ഠനുണ്ട് മാനാക്ക. ഓൻ്റെ അടുത്താണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോണത്. ഇവിടുന്ന് പോകുക. ഇവിടെ നല്ല മഴ പെയ്തപ്പോൾ അങ്ങോട്ട് കയറിയതാണ്. അടുത്തടുത്താണ് വീട്. കണ്ടിട്ട് ഞങ്ങൾ ഇതിൽ നമ്മളെ ലത്തീഫിൻ്റെ വീടൊക്കെ കാണിച്ചാൽ എൻ്റെ ജ്യേഷ്ഠന്മാർ 5 ഇവിടെ ഉണ്ട്. അതാണ് ലത്തീഫിൻ്റെ വീടാണ്. ഇൻഷാല്ലാ ഓന് ഗൾഫിൽ ഒരുപാട് കൊല്ലണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടിടക്കായിരുന്നു. ഇവർ ഏട്ടന്മാരും ജ്യേഷ്ഠന്മാരും 5 അവിടെ ഹോട്ടലായിരുന്നു. ഇപ്പോൾ ഹോട്ടൽ നടത്താൻ കൊടുത്തിക്കണമെന്ന് പറഞ്ഞു. വേറെ ആൾക്കൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഇവർ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ ഓനക്കും വയ്യാതായി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെ കൊണ്ട് ഞങ്ങൾ വെക്കുകയാണ്. സലാം പറഞ്ഞു ചോറേക്കുള്ള പരിപാടിയിലാണ്. സാധാ ഞങ്ങൾ ചോറ് കഴിക്കാൻ കേട്ടാ. അപ്പം എന്തായാലും ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോകുമ്പോൾ അവിടെ കച്ചവടക്കാർ ഗൾഫിൽ ഹോട്ടലിൽ കച്ചവടമൊക്കെ ഉണ്ട്. വേറെ ആളെ തൽക്കാലം ഏൽപ്പിച്ച് പോകുന്നൊക്കെ ഇവരെല്ലാവരും. സാധാ ചക്കക്കുരു ലത്തീഫ ചക്കക്കുരു നീക്കണ്ടിട്ടാ. അത് കുറച്ച് ചക്കക്കുരിൻ്റെ കറി എനിക്കിഷ്ടപ്പെട്ട കറിയാണ്. അതാണ് എന്നിട്ട് ഞങ്ങൾ ചക്കക്കുരു അടിപൊളി കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചക്കക്കുരു മുകളിട്ടിട്ട് വെക്കുക. അതിൻ്റെ കൂടെ അച്ചാർ, എന്താ കണി മാങ്ങ, എന്തൊക്കെയാണ് ജ്യേഷ്ഠനൊരു അനിയനക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തെന്നൊക്കെ നോക്കുകയാണ്. ഇതെല്ലാം ഇഷ്ടമായിട്ടോ. തമാസല്ല. ചക്കക്കുരു കറി ചെറുപ്പത്തിൽ ഉമ്മ ഈ ചക്കക്കുരു ഉള്ള കറി ഉണ്ടല്ലോ, ചക്കക്കുരു മുകളിട്ട കറി, അത് തലേദിവസം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് രാവിലെ പഴങ്കഞ്ഞി ഉണ്ടാവും, ഇന്നലത്തെ കഞ്ഞി. എന്നിട്ട് അതിൽ ഈ കറി ഒക്കെപ്പാടെ കഞ്ഞിയിൽക്കാണ്ട് കൊട്ടിയിട്ട് എന്നിട്ട് ചെറിയ കയ്യിലുണ്ട്, ആ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ആ കഞ്ഞി കുടിക്കാൻ ഭയങ്കര രസമുള്ള സംഭവം. ഞാൻ തമാസല്ല, ഞങ്ങൾ ഞാൻ കേൾക്കട്ടെ. മാഷാ അല്ലാ
ഇതൊക്കെ ഞാൻ അടുത്ത് വീടുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് അറിയണം. ചക്കക്കുരു കറി ബോംബെ നാട്ടിൽ വന്ന ചക്കക്കുരു കറി ഉണ്ടായിക്കോളിട്ടാ മുകളിലിട്ടിട്ട് അടിപൊളി കറിയാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാട്ടാ, കേട്ടാ കാണേ. ഓൻ്റെ വീട്ടിൻ്റെ അടുക്ക് വരുന്ന വഴിയത് കണ്ടില്ലേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് പോകാൻ ഓനവിടെ ഉണ്ടല്ലെന്ന് അറിയില്ല. എന്നിട്ടാണ് ഓൻ്റെ വീടിൻ്റെ അവിടെ ചുറ്റുഭാഗം നോക്കാണ് എന്ത് രസം എന്നറിയോ, നല്ല സുഖം. ഓൻ്റെ വീടിൻ്റെ അവിടുത്തെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. കണ്ടില്ല നിങ്ങൾ എന്ത് രസമുണ്ടെന്ന് അറിയാം കാണാൻ. എവിടെ റോഡ് ഇങ്ങനെ കാണുക കണ്ടില്ലേ. നല്ല കാറ്റ് ഇങ്ങനെ വരും ഓൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക്. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരാണ് മാനാക്ക. ഞാൻ ബോംബെ അല്ല മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിലെല്ലാവരും ഉണ്ട്. എന്തായാലും ഒരുപാട് കാലത്തിൻ്റെ ശേഷമാണ്, അല്ല ഞാൻ 6 മാസം മുന്നേ വന്നിക്കണേ. ഇപ്പോൾ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇന്ന് 17-ാം തീയതിയാണോ വന്ന്, 17-ാം തീയതി തോന്നുന്നു. ഞാൻ പടം കൊണ്ട് സ്റ്റോപ്പാക്കിയാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ കണ്ട് പോട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മാനാക്കാടെ വീടാണ്. ഇതാണ് എൻ്റെ ജ്യേഷ്ഠനാണ്. കാക്കാ എന്തൊക്കെയുണ്ട്, സുഖമല്ല നിങ്ങൾക്ക്? ഉമ്മാൻ്റെ കുഞ്ഞുമ്മാടെ മോനാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് മാനാക്ക. അപ്പോൾ മാനാക്കാൻ്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ കാണി മാനാക്കൊക്കെ നല്ല സൂപ്പ്. ഇവിടെ കാണി ഇവിടെ വീഴത്തെ വീട്. ഈ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കാണി ഇവിടെ ഇരുന്നിങ്ങനെ പാടം. നേരത്തെ വീഡിയോ അവിടുന്ന് വരുമ്പോൾ എടുത്ത് കാണിച്ചു തന്നില്ലേ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല സുഖം, നല്ല കാറ്റും നല്ല എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണി വരും. എങ്ങനെ ഇപ്പം എങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് കാണിച്ചു അവിടെ കണ്ടോക്കി. മാനാക്ക ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ, സത്യം പറയാണ്. ഈ മാനാക്കട ചരിത്രം ചെറുപ്പം മുതൽ ഗൾഫിലേക്ക് പോയിക്കണേ മൂപ്പരാർ. ഒരുപാട് കാലം അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. എൻ്റെ ജ്യേഷ്ഠനാണ്. അങ്ങനെയാണ് ഈ വീടും ഈ സ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ ഇവിടെ ഈ വീടൊക്കെ വെച്ച് പഴയ ആൾക്കാരാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ കച്ചവടം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാക്കാക്ക് വയ്യ, അങ്ങനെ എന്തോ ചെറുതായിട്ട് അസുഖങ്ങൾ, ചെറിയ സുഖമില്ലാതായി. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഹോട്ടലിൽ പോയാൽ അവിടെ ആർക്കോ നടത്താൻ കൊടുത്തിക്കാണ്. അവിടെ എല്ലാവരും അവിടെ തന്നെ. ഞാനിപ്പോൾ നേരത്തെ പോയില്ലേ, ലത്തീഫ്, മുസ്തഫ, അസർഫ്, ഇവരൊക്കെ ഈ എൻ്റെ ഈ കടടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഹോട്ടൽ വേറെ ആൾക്ക് നടത്താൻ കൊടുത്തിട്ട് ഇപ്പോൾ മൂപ്പർക്ക് വയ്യാത്ത കാരണം അപ്പോൾ അങ്ങനെ ഇവിടെ കാലിന് എന്താണ് ഊരവേന കാരണം എന്തായാലും കട വണ്ടിയത് അല്ല. ഇതിൻ്റെ ബുള്ളറ്റ് മക്കളൊക്കെ ഉണ്ട്. മോനൊക്കെ ഇവിടെ ഇപ്പോൾ ഗൾഫ് അവിടെ കച്ചവടത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. കാക്കാൻ്റെ അടുത്ത് വന്ന് ഇവിടെ കൊണ്ട് വെക്കുക. കാക്ക ഇവിടെ വെക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.